എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, ശാരദ. നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ എ, ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണിനാണ് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2025 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളി നടൻ ആരാണ്? 2025 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാള നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മോഹൻലാൽ. മോഹൻലാലിനാണ് 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തിക്കാണ് 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ ഡി, 12th ഫെയിൽ. 12th ഫെയിലാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ ബി, വിക്രാന്ത് മാസി, ഷാറൂഖ് ഖാൻ. വിക്രാന്ത് മാസിയെയും ഷാറൂഖ് ഖാനെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, വിജയരാഘവൻ, MS ഭാസ്കർ. വിജയരാഘവനെയും MS ഭാസ്കറിനെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി, റാണി മുഖർജി. റാണി മുഖർജിയെയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ ബി, ഉർവശി ജാംഗി ബോഡിവാല. ഉർവശിയെയും ജാംഗി ബോഡിവാലയെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ഫിലിമായി തിരഞ്ഞെടുത്തത് ഏതാ? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ഫിലിമായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ സി, ഹനുമാൻ. ഹനുമാനാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ഫിലിമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെ? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുദീപ്തോ സെൻ. സുദീപ്തോ സെന്നിനെയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്.
71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി മിഥുൻ മുരളി. മിഥുൻ മുരളിക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആട്ടം. ആട്ടമാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെ? 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ ഡി ഋഷഭ് ഷെട്ടി. ഋഷഭ് ഷെട്ടിയാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ നിത്യ മേനോൻ, മാനസി പരേഖ്. നിത്യ മേനോനെയും മാനസി പരേഖിനെയുമാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ ബി കാന്താര. കാന്താരയാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ ബി സൗദി വെള്ളക്ക. സൗദി വെള്ളക്കയാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ എ മമ്മൂട്ടി. പ്രമയുഗം എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് മമ്മൂട്ടിക്ക് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് ഷംല ഹംസയ്ക്ക് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ സി മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ എ ചിദംബരം. ചിദംബരത്തെയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻസർ ഓപ്ഷൻ എ പ്രേമലു. പ്രേമലു ആണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുത്തത്
55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ എ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. സൗബിൻ ഷാഹിറിനെയും സിദ്ധാർത്ഥ് ഭരതനെയുമാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തത്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ ഡി ലിജോ മോൾ. ലിജോ മോളെയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തത്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ എ കാതൽ ദി കോർ. കാതൽ ദി കോറാണ് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്? 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ എ പൃഥ്വിരാജ്. ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് പൃഥ്വിരാജിന് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്? 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ഉർവശി. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് ഉർവശിക്ക് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്? 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ എ ബ്ലസി. ബ്ലസിയെയാണ് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ? 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ഛായാഗ്രഹണത്തിന് പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ഛായാഗ്രഹണത്തിന് പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ആൻസർ ഓപ്ഷൻ ബി ഓട്ടം ഡ്യൂറാൾഡ് ആർക്കാപ്പോ. ഓട്ടം ഡ്യൂറാൾഡ് ആർക്കാപ്പോയാണ് ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ഛായാഗ്രഹണത്തിന് പുരസ്കാരം നേടിയ ആദ്യ വനിത. 98ാമത് ഓസ്കാർ മികച്ച നടനുള്ള പുരസ്കാരം നേടിയതാര്? 98ാമത് ഓസ്കാർ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മൈക്കൽ ബി ജോർദാൻ. മൈക്കൽ ബി ജോർദാനാണ് 98ാമത് ഓസ്കാർ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. 98ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആര്? 98ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജെസ്സി ബക്ലി. ജെസ്സി ബക്ലിയാണ് 98ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. 98ാമത് ഓസ്കാർ വേദിയിൽ പലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സ്പാനിഷ് നടൻ ആരാണ്? 98ാമത് ഓസ്കാർ വേദിയിൽ പലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സ്പാനിഷ് നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മൈക്കൽ ബി ജോർദാൻ. മൈക്കൽ ബി ജോർദാനാണ് 98ാമത് ഓസ്കാർ വേദിയിൽ പലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സ്പാനിഷ് നടൻ. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച അനിമേഷൻ ചിത്രത്തിനും ഒറിജിനൽ ഗാനത്തിനുമുള്ള അവാർഡുകൾ നേടിയ സിനിമ ഏത്? 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനും ഒറിജിനൽ ഗാനത്തിനുമുള്ള അവാർഡുകൾ നേടിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കെ പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ്. കെ പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ് ആണ്
98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനും ഒറിജിനൽ ഗാനത്തിനുമുള്ള അവാർഡുകൾ നേടിയ സിനിമ.